ലൈഫിൽ മരിക്കുന്ന ചിന്ത മാത്രം ഫോക്കസ് ചെയ്തില്ല. കാരണം എന്നെ ഒരുപാട് താഴ്ത്തി സത്യം പറഞ്ഞാൽ എനിക്കൊരു ലൈഫ് ഇല്ലാന്ന് വിചാരിച്ചത്. ശരിക്കും എനിക്ക് വന്ന കേസിൻ്റെ അവസ്ഥ ചിന്തിക്കണം, ആലോചിക്കണം. ബലാത്സംഗം, പീഡനം. ശരിക്കും ഞാൻ മനസ്സറിഞ്ഞ് വെറുതെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്തെങ്കിലും റീസൺ വേണം. ആ ഒരു റീസൺ എല്ലാ ലൈഫിലും ഉണ്ടായി. സഫയ്ക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടോ? മെഹനു അങ്ങനെയല്ല. ഉറപ്പായിട്ടും ഓക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടല്ല എൻ്റെ കൂടെ വന്നത്. എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. കാരണം അവരാണ് ഫസ്റ്റ് തന്നെ സേഫ് ആക്കിയത്. അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് 4-5 പ്രാവശ്യം ശ്രമിച്ചു. എൻ്റെ വീട്ടിൽ ഫാന് വരെ ഊരിയിട്ട് കളഞ്ഞു. എൻ്റെ വീട്ടിൽ ഇപ്പോൾ വന്നാൽ മനസ്സിലായി, എൻ്റെ ഡോറ് നോക്കിയാണ് കുത്തി പൊളിച്ചതാണ്. അതൊന്നും ആരും മനസ്സിലാക്കിയിട്ട് അഗെയിൻസ്റ്റ് നിൽക്കുന്നത്. അവർ വിചാരിക്കും ഞാൻ സ്വന്തം പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ ഞാൻ സ്വിച്ച് ജീവിക്കുന്ന അവരെ മനസ്സിലാക്കി. ചില ദിവസം വേണ്ടാത്ത രീതിയിൽ രണ്ടുപേരും ഒന്നിച്ച് നിങ്ങൾ കണ്ടു. ആ ഒരു റിയാക്റ്റേ ഞാൻ ചെയ്തിരുന്നു. ആ ഒരു ചെയ്ത തെറ്റാണ് ഞാൻ ഇന്ന് അനുഭവിക്കുന്നത്. അതാണ് ഞാൻ ചെയ്തത്. ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അത് എൻ്റെ കൂടെ ഫ്രണ്ടും അതിൽ ഞാൻ കാണും, സംസാരിക്കും. അത്രയുള്ള രീതിയിൽ തന്നെ ആ ഒരു നോർമലി കാണുമ്പോഴൊരു ടോപ്പ് അതിൽ എതിർപ്പോ പറയലൊന്നുമില്ല. പക്ഷെ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടോണ്ട് ഇപ്പം എനിക്ക് ഭയങ്കര പേടിയുണ്ട്. ഞാൻ ഒരു കാര്യം ചോദിച്ചു, എന്ത് എനിക്ക് ഇഷ്ടം അവനെ ഇതാണ് അല്ല, ഞാൻ ദുബൈയിലേക്ക് പോകാൻ ഭയങ്കര ആഗ്രഹം, ദുബൈക്ക് പോകാൻ. അതുകൊണ്ട് ഓൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ ഒരു രീതിയിൽ ഫാമിലി ആയിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്ക് കാര്യങ്ങളായി ഒന്നിച്ച് തന്നെ നമ്മൾ രണ്ടുപേരും ഒന്നിച്ചാൽ ഒരു വർക്ക് ചെയ്യണം. അപ്പം ഇപ്പോൾ ഒരു ആൽബം ഷൂട്ട് ഉണ്ടെങ്കിൽ പോകും, നമ്മൾ ഓർമ്മയ്ക്കും. നമ്മൾ തൊട്ടടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിച്ചാൽ ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ആയിരുന്നു പോയത്. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്നുള്ള എനിക്ക് ഒരു പിടുത്തം. ഞാൻ എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ചാറ്റിങ്ങിനോട് വലിയ താല്പര്യമില്ലാത്തതാണ്. ചാറ്റിങ് മെസ്സേജ് അങ്ങനത്തെ ഒന്നും. അതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവം അവളെ ഏൽപ്പിച്ചു. ആ ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ ചെയ്തത്. തെറ്റ് പോലെ എനിക്ക് ഫീൽ ആണ്. ഹായ്, ഹലോ, നമസ്കാരം. എല്ലാവർക്കും മൈൻഡ്സ്കേപ്പിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റ് ആയിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ ഇൻഫ്ലുവൻസറും വ്ളോഗറും പിന്നെ ആൽബം ആക്ടറൊക്കെ ആയിട്ടുള്ള മെഹനു ആണ്. ഹായ് മെഹനു, വെൽക്കം. ഓക്കെ, എങ്ങനെ പോകുന്നു ഇപ്പോഴത്തെ ആൽബം, വ്ളോഗിങ് ആൻഡ് ഇൻഫ്ലുവൻസിങ് ലൈഫൊക്കെ? ഇപ്പം അങ്ങനെ പഴയതുപോലെ ഓവറായിട്ടൊന്നുമില്ല. കാരണം ഞാനിപ്പം എന്താ പറയുക, വണ്ടി എടുത്തിട്ട് യൂബർ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് എല്ലാ പരിപാടിയായിട്ട് പോകുന്നുണ്ട്. കുറേ പരിപാടികളുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ആൽബംസും അതേപോലെ വ്ളോഗൊക്കെ ചെയ്യാറുണ്ട്. ഇപ്പോൾ എന്നാലും കുറവാണ്, പണ്ടത്തെ പോലെ 24 hours അവൈലബിൾ അല്ല. അതായത് പണ്ട് നമുക്ക് കിട്ടിയിരുന്ന ഒരു ഹാപ്പിനെസ് ഒന്നും ഇപ്പം ലൈഫിൽ ഇല്ല എന്നാണ് പറയുന്നത്. നമുക്ക് 100% ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. അതായത് അതിൻ്റെതായ കുറേ മനസ്സിൻ്റെ ഒരു പവർ കുറഞ്ഞിട്ടുണ്ട്. പിന്നെന്ന് പറഞ്ഞെങ്കിൽ ഇൻഷാ അല്ലാ അതിൻ്റെ പവർ ഡബിളായിട്ട് സ്ട്രോങ് ആയിട്ട് വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു താല്പര്യവും ആഗ്രഹവും. ഇൻഷാ അല്ലാ നമ്മൾ അതേപോലെ തന്നെ തിരിച്ചു വരും. ഇനിയിപ്പോൾ വർക്കുകളെല്ലാം പെൻഡിങ് ഉണ്ട്, കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഒരുപാട് ഹോൾഡിലാണ് ഇപ്പോൾ. അതൊക്കെ വരുമ്പോൾ അതായത് ഇപ്പോഴും പഴയ ലൈഫ് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴും എന്തൊക്കെയോ ന്യൂസുകളും ഫേക്ക്നെസ്സും മെഹനുവിന് ഇപ്പോഴും തളർത്തുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അതായത് പഴയ പോലത്തെ പഴയ പ്രശ്നങ്ങൾ പലതും. എനിക്ക് എന്താ പറയുക, ലൈഫിൽ ആരൊക്കെയോ പുറത്ത്, അതായത് എനിക്ക് പരിചയമില്ലാത്ത ഒരുപാട് ശത്രുക്കൾ ഇപ്പോൾ വന്നിട്ടുണ്ടല്ലോ. അതും പഴയ ലൈഫിൻ്റെതായ ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ എന്നെ താഴ്ത്താൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഫീൽഡിലാണെങ്കിലും ഇപ്പോൾ ഒരുപാട്, ഇപ്പോൾ നമ്മൾ ആൽബം ഫീൽഡിലാണെങ്കിൽ ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ട് എന്നെപ്പറ്റി എന്താ പറയുക, അഭിനയിപ്പിക്കണ്ട, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് ഒരുപാട് ആൾക്കാർക്ക് കോൾ പോയിട്ട് വിളിപ്പിച്ച് സംസാരിക്കുന്ന ആളൊക്കെ ഉണ്ട്. പിന്നെ പേരെടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഏകദേശം ആൾക്കാർക്കും ചില ദിവസം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഏകദേശം വലിയ വലിയ ഇപ്പം ആരാണെങ്കിൽ ഇപ്പം കുറേ ആക്ടർമാർ ഇപ്പം അവരോടൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഓൻ അഭിനയിപ്പിക്കരുത് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട്. എന്നെ തളർത്താൻ നോക്കുന്ന ഒരുപാട്. കൂടെ നിന്നവർ തളർത്തുമ്പോൾ കൂടുതൽ വിഷമമായിട്ട്, അതായത് ഇപ്പം ഇപ്പൊ 2 തരത്തിലാണ് നമ്മൾ ടാർഗറ്റ് ചെയ്യാറ്. അതായത് ഒന്നും അറിയാത്തവർ നമ്മളെ കുറിച്ച് എന്തെല്ലാം പറയുന്നു, അതേപോലെ തന്നെ നമ്മൾ എത്രയും കൂടുതൽ മനസ്സിലാക്കിയവരും നമ്മളെ കുറിച്ച് അങ്ങനെ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് അതിനെ എന്താ പറയാ, മുൻകൂട്ടി കാണുന്നത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെയാണ് മറന്ന് മുമ്പോട്ട് ജീവിക്കുന്നത്? അതായത് ഒറ്റൊരു പോയിന്റ് ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ അറിയുന്നൊരു വ്യക്തി നമ്മളെ പറ്റിയിട്ട്
എന്താ പറയുക, ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ മുഖത്ത് നോക്കി പറയുമ്പോൾ, അത് വേറെ എന്തെങ്കിലും ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പറയുമ്പോൾ, അന്ന് ഓരോരാളെ ലൈഫിൽ എനർജി വരും. നമ്മളെ ഇല്ലാത്ത താഴ്ത്തി കെട്ടുമ്പോൾ നമുക്ക് അന്ന് ചില സമയം നമ്മൾ ഒരുപാട് തളർന്നിട്ടുണ്ടാവും കേട്ടിട്ട്, ഒരുപാട് സാഡായിട്ടുണ്ടാവും, നമ്മൾ ലൈഫിൽ മരിക്കുന്ന ചിന്ത മാത്രം ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു സമയത്ത് ചില സമയം എന്ത് ചെയ്യും, നമ്മൾ ഒന്നിക്കിൽ എല്ലാം മറന്ന് ഉണരാൻ ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെ വന്ന ഒരാളാണ് ഞാൻ. കാരണം എന്നെ ഒരുപാട് താഴ്ത്തി പിന്നെ എന്താ പറയുക, ഞാൻ സത്യം പറഞ്ഞാൽ എനിക്കൊരു ലൈഫ് ഇല്ല എന്ന് വിചാരിച്ചത് ഞാൻ. പിന്നെ എനിക്ക് ലൈഫ് തന്നത് നിങ്ങൾ പറഞ്ഞ കണക്കെ ആ ഒരു എന്താ പറയുക, നമ്മൾ അറിയുന്നവരില്ലേ നമ്മളെ പറ്റി കുറ്റപ്പെടുത്തുന്ന ഒരു സംഭവം, അങ്ങനെ കുറ്റപ്പെടുത്തി എനിക്കൊരു ലൈഫ് വേണം തോന്നിയ ഒരു വ്യക്തിയാണ് ഞാൻ. അങ്ങനെയാണ് മാഷാ അല്ലാ ഞാനൊരു കല്യാണം കഴിഞ്ഞതും എനിക്കൊരു ഫാമിലി ആയതും അതേപോലെ തന്നെ നമ്മളിപ്പം നല്ല സന്തോഷത്തോടെ ജീവിക്കുന്നതും ആ ഒരു കാരണത്താൽ മാത്രമാണ്. ഈ കൊലയാളിയാണെന്നുള്ളൊരു ഇമേജ് അത് ഇപ്പോഴും അതായത് എവിടെയെങ്കിലും പോകുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇപ്പം നമ്മൾ പബ്ലിക്കിലേക്ക് ഇറങ്ങുമ്പോൾ ഇപ്പം പണ്ട് ആണെങ്കിൽ ഇപ്പം മെഹനു വരുന്നു, അതൊരു ഇമേജ് അല്ലല്ലോ ഇപ്പം മെഹനാസ് വരുമ്പോ. ഇപ്പൊ ഞാൻ കൊലയാളി എന്നുള്ള ഇതല്ല, ഇപ്പം അവർക്കൊരു ഇതുണ്ടാവില്ലേ, എന്താ പറയാ, ഒരു ആലോചന തിങ്കിങ് ഉണ്ടാവില്ലേ, അത് കാരണത്താൽ അവര് സോഷ്യൽ മീഡിയ ഇത്രയും വന്നതല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നിയമവും പറഞ്ഞിട്ടില്ല ഞാൻ ആര് കൊന്നിട്ടുണ്ട് എന്നുള്ളത്. അതിപ്പോഴും ആരും പറഞ്ഞിട്ടില്ല. പോലീസ് സ്റ്റേഷനിലാണെങ്കിലും ആരും അങ്ങനത്തെ ഒരു നിയമപ്രകാരമുള്ള ഉദ്യോഗസ്ഥന്മാർ ഞാൻ കൊലയാളി എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ മഞ്ഞപ്പത്രക്കാരും അല്ലാണ്ട് ഇങ്ങനെ ഈ എന്താ പറയുക, ഫേക്ക് വരുന്ന കുറേ ഫേക്ക് ന്യൂസുകൾ, അത് ആൾക്കാർക്ക് ഇപ്പം ഇന്ത്യയിലൊരു നിയമമുണ്ട്, ആർക്കുവാണെങ്കിൽ ന്യൂസ് വായിക്കാം, ആർക്കുവാണെങ്കിൽ ന്യൂസ് പോലെ സംസാരിച്ച് പ്രചരിപ്പിക്കുക എന്നുള്ളൊരു നിയമമുണ്ട്. അത് കാരണത്താൽ ഒരുപാട് ആൾക്കാർ തമിഴ്നാട്ടിൽ നിന്ന്, ഏതോ ഒരുത്തൻ, എന്നെ പറ്റി ഒന്നും അറിയില്ല, ഏതോ തമിഴൻ, ഓനൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഞാൻ പീഡിപ്പിച്ച് ബലാത്സംഗം. ശരിക്കും എനിക്ക് വന്ന കേസിൻ്റെ അവസ്ഥ ചിന്തിക്കണം, ആലോചിക്കണം. ബലാത്സംഗം, പീഡനം, പിന്നെ ഇതൊക്കെയാണ് കേട്ടിട്ട് ഞാൻ ഷോക്കായിപ്പോയി. പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്തിട്ടുണ്ടായ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ വന്നത്. പക്ഷെ ശരിക്കും എന്താ പറയാ, ആലോചിക്കാൻ കഴിയുന്നില്ല ഇപ്പം. മെഹനു ഒരു സപ്പോർട്ട് എന്ന നിലയിൽ അല്ലെങ്കിൽ എനിക്കൊരാള് വേണം തോന്നിയ സമയത്ത് വന്ന ആളാണല്ലോ സഫ ഇപ്പൊ ഒരു ഏറ്റവും വലിയ കമ്പാനിയൻ ആണ് അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ഷോൾഡർ ആണ് തോന്നുന്നുണ്ടോ ലൈഫില്? അത്യാവശ്യം എനിക്ക് ഇപ്പം അവള് വന്നേ പിന്നെ എനിക്ക് ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ മുന്നേ ഇങ്ങനെ പളവള സംസാരിക്കുന്ന ഒരാളാണ്. സംസാരിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതിലൊക്കെ എന്നെ മാറ്റം വരുത്തിയ ഒരാളാണ് എൻ്റെ പാർട്ട്ണറായ സഫ. പിന്നെ ലൈഫിൽ ഒരുപാട് ചേഞ്ചുകൾ തന്നിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ തന്നിട്ടുണ്ട്. ഇപ്പോഴും എന്താ പറയുക, നല്ല ഒരു സപ്പോർട്ടിങ്ങും ഉണ്ട്. പിന്നെ നമ്മൾ എന്താ പറയുക, ഫാമിലി ഇപ്പം ഇപ്പം എനിക്കൊന്നാമത് ഇപ്പോൾ ആരാണെങ്കിലും ഇപ്പം നമ്മളൊരു പാർട്ട്ണർ, ഒരു പ്രാവശ്യം ഫസ്റ്റ് ഉണ്ടായ ഒരു പാർട്ട്ണർ നമ്മളെ ലൈഫിൽ നിന്ന് മിസ്സായി പോകുന്ന സമയത്ത് ഇടക്ക് എന്താ പറയുക, നമ്മളത്രയും വേദനിപ്പിച്ച് പോയതല്ലേ. പിന്നെ ഒന്നാമത് എന്നെ ഒരുപാട് ഇല്ലാത്ത, ഞാൻ അത്രയും സ്നേഹിച്ചിട്ടില്ല. എനിക്ക് സത്യം പറഞ്ഞെങ്കിൽ എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നല്ലോണം സ്നേഹിക്കാൻ അറിയാം. ആ ഒരു വ്യക്തി, ഞാൻ കല്യാണം കഴിക്കുന്ന എൻ്റെ പാർട്ട്ണർ എൻ്റെ മാത്രമായിരിക്കണം എന്നുള്ളൊരു ഇതെനിക്കുണ്ട്. കാരണം പൊസസീവ്നെസ് വേണമെങ്കിൽ അങ്ങനെയും പറയാം. ചില സമയം എന്താ പറയുക, എനിക്ക് എൻ്റെ വൈഫ് എന്ന് പറയുന്നത്, എൻ്റെ പാർട്ട്ണർ, ഫ്രണ്ട്ഷിപ്പ് എല്ലാം ആയിട്ട് ഒരൊറ്റൊരു വ്യക്തിയാണ്. എനിക്കിപ്പോൾ നോർമലി ഇപ്പം എല്ലായിടത്തും പറയുന്നത്, എനിക്ക് ഫ്രണ്ട്സിനേക്കാളും ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ആയിട്ട് നടക്കാൻ താല്പര്യം വൈഫിൻ്റെ കൂടെയാണ്, പാർട്ട്ണറുടെ. അപ്പം അങ്ങനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ ലൈഫിൽ ഞാൻ അത്രയും വിശ്വസിച്ച് ഒരുപാട് സ്നേഹിച്ച് എല്ലാം എന്നെ മറന്നിട്ട് ഞാൻ ലൈഫിലേക്ക് ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തിട്ട് പെട്ടെന്ന് ഒരു ദിവസം എല്ലില്ലാത്ത കാര്യങ്ങൾ, നെഗറ്റീവ് മാത്രം. അതായത് അറിയാലോ, ഇപ്പം എന്തുണ്ടെങ്കിലും ആൾക്കാർ നെഗറ്റീവ് മാത്രമേ പൊക്കിക്കൊണ്ടുവരുള്ളൂ, പോസിറ്റീവ് ഒരിക്കലും കൊണ്ടുവരില്ല. ഇത്രയും കഷ്ടപ്പെട്ട് ഞാൻ നോക്കിയതും പിടിച്ചതും എന്നെ ഞാൻ മറന്നിട്ട് ഞാൻ എൻ്റെ കോലം വരെ ആ സമയത്ത് നോക്കണേ, എൻ്റെ കോലം ഇപ്പം ഞാൻ നടക്കുന്ന ലുക്കിലല്ല പണ്ട്. അന്നേരം ഞാൻ അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ എന്തെങ്കിലും ഒരിത് എനിക്ക് ഉണ്ടാകുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അന്നേരം എന്നെ മറന്ന് എൻ്റെ വൈഫിനെ രാജകുമാരി ആക്കണം എന്നുള്ള ഒറ്റ ലക്ഷ്യം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ രാജകുമാരി ആക്കിയതിനുള്ള പ്രതിഫലം കിട്ടി. പക്ഷെ ഇപ്പം എൻ്റെ ഭാര്യ ഇപ്പം കുറേയൊക്കെ, എന്നാലും എനിക്കൊരു വിഷമം ഉണ്ടാവില്ല. ഇപ്പം മനസ്സിൽ നമ്മളെ പാർട്ട്ണറായിരുന്നു, നമ്മൾ ഇതുണ്ടായിരുന്നു. പക്ഷെ ഒരിക്കലും ഞാൻ മനസ്സറിഞ്ഞ് വെറുതെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയല്ല. എന്തെങ്കിലും റീസൺ വേണം.
ആ ഒരു റീസൺ എല്ലാ ലൈഫിലും ഉണ്ടായിട്ടുള്ളൂ. ഏതൊരു പാർട്ട്ണറായ അങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആകുമ്പോൾ ചില സമയം ഹസ്ബൻഡ് ഭാഗത്ത് ഒരു തെറ്റുണ്ടെങ്കിൽ വൈഫ് എന്ത് ചെയ്യും, പ്രതികരിക്കില്ലേ, മിണ്ടാണ്ടിരിക്കില്ലല്ലോ. അതേപോലെ ഹസ്ബൻഡ് ആണെങ്കിൽ അങ്ങനെ തന്നെ. ഇപ്പം നമ്മൾ ചില കപ്പിൾസ് ആണെങ്കിൽ അങ്ങനെ തന്നെ ഭയങ്കര പ്രശ്നങ്ങളുണ്ടാവും. അതേപോലെയുള്ള ചെറിയ പ്രശ്നങ്ങൾ എടുത്തിട്ട് ഇവര് വഷളാക്കി വലുതാക്കി അങ്ങനെ ഇങ്ങനെ കൊണ്ടുവന്നു. എല്ലാവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാവും. അതും വേറൊരു പേഴ്സൺ വരുന്ന സമയത്ത് മാത്രമേ ഇത്രയും വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടാവും. അല്ലാതെ ഒരു പ്രശ്നങ്ങൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ കൂട്ടി പൊക്കിക്കൊണ്ടിരിക്കണം. സഫയുടെ ഫസ്റ്റ് മാരേജ് ആണോ മെഹനുമായിട്ടുള്ളത്? അല്ല, സെക്കൻഡ് മാരേജ് ആണ്. അപ്പോൾ രണ്ടുപേരുടെയും കുറെ അനുഭവങ്ങൾ വെച്ചിട്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അതായത് മുന്നത്തെ ഉള്ളത് ഒരു പാഠമാക്കി എടുത്തിട്ട് ഒരു ലൈഫായിട്ട് മുമ്പോട്ട് പലപ്പോഴും റിഫയുടെ കാര്യങ്ങൾ എപ്പോഴും നിങ്ങളുടെ ഫാമിലി ലൈഫിനെ ബാധിച്ചിട്ടുണ്ട്. അതായത് മാരിഡ് ലൈഫിനെ ഇങ്ങനത്തെ കേസുകളും മറ്റു കാര്യങ്ങളും ഇങ്ങനത്തെ സംസാരങ്ങളൊക്കെ നിങ്ങളെ ഇമോഷണലി പരസ്പരം ഡാമേജ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? നമ്മളെ ഇടയിൽ അങ്ങനത്തെ ഒന്നും ഉണ്ടായിട്ടില്ല. പരസ്പരം ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആണ്. സഫയ്ക്ക് അങ്ങനെ ഒരു ട്രസ്റ്റ് ഉണ്ടോ? മെഹനു അങ്ങനെയല്ല. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഓക്ക് ആ ഒരു ട്രസ്റ്റ് ഉണ്ടായതുകൊണ്ടല്ല എൻ്റെ കൂടെ വന്നതും. എന്താ പറയാ, ഇപ്പൊ നമ്മള് മാരേജ് കഴിക്കാനുള്ള ഒരു തീരുമാനം എടുത്ത്. അല്ലാണ്ട് ഇങ്ങനെ അന്നെ ശരിക്കും നമ്മൾ കുറെ കാലം കോണ്ടാക്ട് ചെയ്ത്, ഇപ്പൊ കുറെ കാലം എന്നല്ല കുറച്ച് മാസങ്ങളോളം നമ്മൾ നല്ല കോണ്ടാക്ട് ചെയ്ത് മീറ്റപ്പ് ഒക്കെ ചെയ്ത് എന്നെ ശരിക്കും അറിഞ്ഞിട്ടാണ് ഓള് കല്യാണം കഴിഞ്ഞത്. ഇപ്പോഴാണെങ്കിൽ പറയലുണ്ട്, എന്നോട് ഇടക്ക് പറയലുണ്ട്, ഇത്രക്കും പൊട്ടനായതുകൊണ്ട് തന്നെ എല്ലാവരും പറ്റിക്കണത്. അപ്പൊ അവളാണെങ്കിൽ ചില സമയം ഇടക്ക് ദേഷ്യം വരുമ്പോൾ ഭയങ്കര, ഞാൻ എന്തെങ്കിലും ഇങ്ങനെ ആലോചിക്കുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും പറയുമ്പോൾ ഓക്കും പൊസസീവ്നെസ് കൂടും. ഭയങ്കര പൊസസീവ്നെസ് ഇങ്ങനെ കയറി വന്ന് ഇങ്ങനെ കുൽമാലാക്കും. അന്ന് ഫുള്ള് മൂഡ് പോയിട്ട് തന്നെ ഇരിക്കും. പിന്നെ ആ ഡേ അങ്ങോട്ട് പോകും. പക്ഷെ എന്നാലും എന്താ പറയുക, ഒരു നല്ല പോസിറ്റീവ് എനർജി തരും എന്തിനും. ഇപ്പം എന്നോട് പറയും പഴയ പോലെ ഇതാക്ക്. പക്ഷെ ഞാനാണ് ഇതിലേക്കൊന്നും ഇറങ്ങാത്തത്. ഇപ്പോൾ വ്ളോഗാണെങ്കിൽ ഇപ്പം അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്കും ഭയങ്കര വീഡിയോസ് ചെയ്യാനും ആൽബം ആക്ട് ചെയ്യാനൊക്കെ ഓക്കും താല്പര്യമൊക്കെ ഉണ്ട്. എന്നോട് ഇങ്ങനെ പറയും, നമുക്ക് പിന്നെ ചെയ്യാം വ്ളോഗ്. അധികം ഇപ്പം അവളല്ലേ ഇടുന്നത്, അധികം എൻ്റെ ചാനൽ മൊത്തം അവളാണ് ഇടുന്നത്. ഇപ്പം എന്നെ വിളിക്കുമ്പോഴത്തേക്ക് എനക്കെന്തോ ഒരു, ഇപ്പം ഒന്നാമത് ഞാൻ വർക്ക് കാര്യങ്ങൾ നോക്കുന്നുണ്ട്, പിന്നെ അതിൻ്റെതായ ഓരോ തിരക്ക് കാര്യങ്ങളായിട്ട്. അതായത് ഇപ്പം അങ്ങനെ ഒരു വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അതിലേക്ക് ചിന്തിക്കുമ്പോഴോ എന്തെങ്കിലും ഒരു ബാക്ക് വലിക്കുന്ന, അതായത് പഴയ ട്രോമാസ് അങ്ങനെ ആ ഒരു വ്ളോഗിങ് ലൈഫിലാണല്ലോ നിങ്ങൾ റിഫയും മെഹനും ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴും ആ തിരിച്ചു പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ട്രോമ ഫീൽ ചെയ്യാറുണ്ടോ? അങ്ങനെ ഞാൻ റിഫുവും ഞാനും വ്ളോഗിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഏകദേശം കല്യാണം കഴിയുന്നതിന് മുന്നേ ടിക്ടോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. മുന്നേ എനിക്ക് ഇങ്ങനത്തെ ഭ്രാന്താണ്. അന്നേരം കുറെ എന്താ പറയുക ട്രോളും കാര്യമെല്ലാം കിട്ടിയിട്ടാണ് ഞാനിങ്ങനെ ഭ്രാന്തനായത്. പക്ഷെ ഞാൻ എൻ്റെ ടിക്ടോക്ക് വീഡിയോ കണ്ടിട്ടും ഇതാക്കിയിട്ട് തന്നെ റിഫോ സ്റ്റാർട്ടിങ് മെസ്സേജ് വന്നതും പിടിച്ചതൊക്കെ ആ ഒരു സമയത്ത് ഞാൻ മുന്നേ അക്കൗണ്ട് വെറുതെ ക്രിയേറ്റ് ചെയ്ത് ആ ഒരു വീഡിയോ ഉണ്ട് എൻ്റെ 2008 ഞാൻ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് യൂട്യൂബിൽ. അന്നേരം ഈ മോണിറ്റേഷൻ ഒന്നും അറിയില്ല, വെറുതെ ഇങ്ങനെ ഒരു എൻ്റർടൈൻമെന്റ്. ആ സാധനം ഇപ്പം നോക്കിയിട്ട് അന്നേരം മുതൽ ഞാൻ വീഡിയോ ഇങ്ങനെ ഭ്രാന്താണ് വീഡിയോ. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞ പിന്നെ അതായത് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വ്ളോഗ് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങിയത് മാരേജ് കഴിഞ്ഞ പിന്നെയാണ്. അതായത് ഈ ടിക്ടോക്ക് പോയില്ലേ, ടിക്ടോക്ക് പോയ പിന്നെയാണ് ഫോക്കസ് ചെയ്തത് ഏതിലേക്ക്, യൂട്യൂബിലേക്ക്. ഓക്കെ. അപ്പൊ ഇപ്പൊ ഒരു കുഞ്ഞാവയുണ്ട് അല്ലേ? ഇപ്പം എത്ര മാസമായി? 3 മാസം കഴിഞ്ഞു. പേര് ഇവാൻ മെഹനു. ആള് വന്നേ പിന്നെ കുറച്ചുകൂടി ലൈഫ്, അതായത് കൊറേ അതിൽ പറയാണ്ടെങ്കിൽ ഇപ്പൊ എനിക്കൊന്നത് അസാനുവിനെ കാണാത്ത ഒരുപാട് വിഷമം പറഞ്ഞ മനസ്സിലാവില്ല. അത്രക്കൊരു ഭ്രാന്താക്കി എന്നെ സൈഡാക്കിയത് മൊത്തം ആ കാരണത്തിലാണ്. ഇപ്പോഴും ആ ഒരു വിലക്കുണ്ടോ? ഉണ്ട്. സഫ് എപ്പോഴും സമാധാനിപ്പിക്കുക തന്നെ, ഇടക്ക് ഇങ്ങനെ പറയും കുട്ടി എന്തായാലും വരും, ടെൻഷൻ ആക്കല്ല, നമുക്ക് അതേപോലത്തെ ഒരു കുട്ടി ഉണ്ടല്ലോ ഇപ്പം ഓനിക്കൊരു അനിയനുണ്ട്, അനിയനെ കാണാൻ എന്തായാലും വരും എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇതാക്കും. പിന്നെ ഓൻ ജനിച്ച പിന്നെ ഓനോട് കളിക്കുമ്പോൾ എനിക്ക് ആ ഇടക്ക് ഞാൻ അവനെടുത്ത് നടക്കുമ്പോഴൊക്കെ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ഓടും. കാരണം ഞാൻ കുറേ കാലം എനിക്ക് അധികം ആ ഒരു സാധനം വരും. പിന്നെ ഞാൻ ഓൾ കാണാണ്ടൊക്കെ ഹൈഡ് ചെയ്ത് വെക്കും കുറേ മനസ്സിലുള്ള കാര്യങ്ങൾ. മാരേജ് കഴിഞ്ഞതിന് ശേഷം ഇപ്പം താമസം മാറാൻ നോക്കിയ സമയത്ത് ഒരുപാട് എന്താ പറയാ നെഗറ്റീവായിട്ട് അല്ലെങ്കിൽ താമസിക്കാൻ കിട്ടാത്ത അവസ്ഥ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്താ പറയാ, ഇപ്പൊ ഈ കല്യാണം കഴിഞ്ഞില്ലേ, കല്യാണം കഴിഞ്ഞപ്പോ നമ്മള് എന്താ പറയാ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കാൻ കുറെ സ്ഥലങ്ങളായിട്ട് നോക്കാം. ഒന്നാമത് എൻ്റെ ഒരു താല്പര്യം ഒന്നാമത് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കാൻ വിചാരിച്ചു.
അങ്ങനെ കുറേ സ്ഥലത്ത് റെന്റിനും വീട് അന്വേഷിക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ ഇതേ ഈ ഫേക്ക് ഒരു നെഗറ്റീവിൽ കണ്ടിട്ട് തരാണ്ടിരുന്നിട്ടൊക്കെ ഉണ്ട് കുറേ സ്ഥലത്ത്. പിന്നെ കുറേ ആൾക്കാർ ഈ ഒരു കാര്യം കണ്ടിട്ട് ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ട് എന്നെ ഇങ്ങനെ പുറമേട്ട് എൻ്റെ മുന്നിൽ എനിക്ക് ഇതുവരെ നേരിട്ട് ആരും ഒന്ന് സംസാരിച്ചിട്ടോ പറഞ്ഞിട്ടോ ഇതുവരെ ഇല്ല. ആര് കണ്ടാലും സമാധാനിപ്പിക്കും, പോട്ടെ കഴിഞ്ഞ കാര്യമല്ലേ, ആൾക്ക് പറയുന്നവർ പലതും പറയട്ടെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കലേ ഉള്ളൂ. നേരിട്ട് ആരും ഇതുവരെ ഒരു എൻ്റെ ഫാമിലി സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. കാരണം അവരാണ് ഫസ്റ്റ് തന്നെ സേഫ് ആക്കിയത്. അല്ലെങ്കിൽ ഞാൻ ജീവനോടെ ഉണ്ടായിട്ടില്ല സത്യം പറഞ്ഞില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ മരിക്കാൻ വേണ്ടിയിട്ട് 4-5 പ്രാവശ്യം ശ്രമിച്ചു. അതിൽ നിന്നൊക്കെ കര കയറിയ ഒരു ഇതുണ്ട്. എൻ്റെ വീട്ടിൽ ഫാന് വരെ ഊരിയിട്ട് കളഞ്ഞിന് ഫാദർ വീട്ടിൽ. എൻ്റെ വീട്ടിൽ ഇപ്പോൾ വന്നാൽ മനസ്സിലായി, എൻ്റെ ഡോറ് നോക്കിയാൽ മതി, കുത്തി പൊളിച്ചതാണ്. അത്രക്കൊരു സിറ്റുവേഷൻ ഒരു സമയത്തുണ്ടായിരുന്നു. അതൊന്നും ആര് മനസ്സിലാക്കിയിട്ട് അഗെയിൻസ്റ്റ് നിൽക്കുന്നത്. അവർ വിചാരിക്കും ഞാൻ സ്വന്തം പാർട്ട്ണർ പോയി കഴിഞ്ഞാൽ ഞാൻ സ്വിച്ച് ജീവിക്കുന്ന അവരെ മനസ്സിൽ നമ്മൾ രണ്ടുപേരെയും ചിന്തകൾ അങ്ങനെ ആരും ഇതിൻ്റെ ഇടയിൽ കയറി കളിച്ചിട്ടാണ് നമ്മളെ ലൈഫ്, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. കാരണം അറിയുന്നവർ, അത്രയ്ക്ക് നമ്മളെപ്പറ്റി അറിയുന്ന ഒരു വ്യക്തി നമ്മളെപ്പറ്റി എന്താ പറയുക ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അതാരോ ബൂസ്റ്റായി കൊടുത്തിട്ടുള്ള കാര്യങ്ങളാണ്. അത് ആരെയെന്നുള്ളത് എനിക്ക് ശരിക്കും അറിയാം. ഇതിൻ്റെ ഇടയിൽ കളിച്ചത് ആരെയെന്നും അറിയാം, ആരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശരിക്കും അറിയാം. പക്ഷെ എന്താ പറയാനാ, നമ്മൾ നിയമവും കാര്യങ്ങളൊക്കെ വെറൈറ്റി ആണ്, ജീവിതം വെറൈറ്റി. ഒരു മനുഷ്യൻ വേറെ ലെവലാണ്, അതേപോലെ നിയമം വേറെയാണ്. കാരണം ഏതൊരു കപ്പിൾസിനും ഒറ്റ കാര്യം ഞാൻ പറയുന്നത്, ഏതൊരു കപ്പിൾസ് ആണെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ആ പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിയമവും അതും തമ്മിൽ ഭയങ്കര ഡിഫറെൻ്റ് ഉണ്ട് അല്ലേ. ആക്ച്വലി റിഫൈ മെഹനുവിൻ്റെ ലൈഫിൽ, കാരണം അത്രയും നമ്മളിപ്പോൾ നമ്മളിപ്പോൾ വ്യൂവേഴ്സ് കാണുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ അങ്ങനെ ഒരു പ്രശ്നമേ നിങ്ങൾക്കിടയിൽ ഇല്ല. നിങ്ങളുടെ ലൈഫ് ഞങ്ങൾ കാണുന്നത് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിലാണ്. ആക്ച്വലി അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ലാത്ത സമയത്ത് എവിടെ നിന്നാണ് എന്നുള്ളതിൻ്റെ രീതിയിൽ ഇപ്പം മെഹനു ഒരു ക്ലാരിറ്റി ഉണ്ടോ? ആക്ച്വലി എന്താണ് അന്ന് സംഭവിച്ചത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് ഇപ്പോഴും മെഹനു ഒരു ക്ലാരിറ്റി ഉണ്ടോ? പക്ക ഞാൻ എല്ലാത്തിലും ഞാൻ പറയുന്ന പോലെ, ഒന്നാമത് ഈ ഒരു കാര്യം എനിക്ക് മാത്രം പുറത്തു പറയാനുള്ള പെർമിഷന് കാര്യമൊന്നുമില്ല. അങ്ങനെയൊക്കെ ആണ് ഇപ്പൊ പോകുന്നത് നിലവിൽ. അതുകൊണ്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി പച്ചക്ക് പറയാൻ പറ്റാത്തത്. അതായത് ലീഗലി എനിക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെതായ കുറെ കണ്ടീഷൻസ് ഉണ്ട്. കാരണം അവര് അതിൽ ഫയലിൽ കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എനിക്ക് വൈഫിന്റെ പേര് പറയാൻ പറ്റൂല, എൻ്റെ മോന്റെ പേര് പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെയാണ് അവർ കൊടുത്തേക്കണ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് എനിക്കിത് ഇതിനെപ്പറ്റി പക്ക പറയാൻ പറ്റൂല എന്ന് അവര് പറയണത്. ആരൊക്കെ എന്നെ എൻ്റെ ഫാമിലിയോടൊക്കെ അങ്ങനെ വിളിച്ച് പറയുന്നതെന്ന് ഞാൻ അറിയണത്. പക്ഷെ സത്യാവസ്ഥ എന്ത് കഥയൊന്നും ഇതുവരെ എനിക്കറിയില്ല. ഞാൻ ഇതിന്റെ ബാക്കിലൊന്നും പോയിട്ടില്ല. പിന്നെ എനിക്ക് ഉറപ്പുണ്ട് ആരോ ഒന്ന് ബ്ലാക്ക് മെയിൽ പോലെ പേടിപ്പിച്ചിട്ട് ചെയ്തൊരു സംഭവമാണ്. അത് ആരെന്നുള്ളത് ശരിക്കും എനിക്കറിയാം. അത് എന്തിനാന്നുള്ളത്, എന്ത് ഭയപ്പെട്ടിട്ടാണെന്നുള്ളത് എനിക്കറിയാം. എൻ്റെ കൺമുന്നിൽ കണ്ട കുറെ സംഭവങ്ങളുണ്ട്. ആ ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഓൾറെഡി ഇപ്പം എല്ലാവരും പറഞ്ഞുണ്ടാക്കുന്ന ഒരു കാര്യം എന്ത്, നമ്മൾ ഒരു അവസാന റിസോർട്ടിൽ പോയ സമയത്ത്, ആ സമയത്തെല്ലാം ഉണ്ടായ സംഭവങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നോർമലി ഏതൊരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു കപ്പിൾസ് ആയിക്കോട്ടെ, ഒരു കപ്പിൾസിൻ്റെ ഇടയിൽ ഇപ്പം ആ കപ്പിൾസിൻ്റെ ഇടയിൽ മൂന്നാമതൊരു വ്യക്തിനെ, അത് ഒരു പെണ്ണ് വേറൊരു ചെക്കനെ ഇവനെ അറിയാണ്ട് റിലേഷൻ ആകുമ്പോൾ ആ ചെക്കനൊരു ദിവസം ഭയങ്കര നെഗറ്റീവിൽ കാണാനിടയുണ്ട്. അപ്പം എന്ത് സംഭവിക്കും? ജസ്റ്റ് ഒന്ന് നിങ്ങൾ പറയും. അപ്പൊ എന്ത് സംഭവിക്കും? അല്ല എന്ത് സംഭവിക്കും? ചില ദിവസം വേണ്ടാത്ത രീതിയിൽ രണ്ടുപേരും ഒന്നിച്ച് നിങ്ങൾ കണ്ട്, അല്ലെങ്കിൽ ഫോണില് ഓൾഡ് വീഡിയോ നിങ്ങൾ എന്ത് ചെയ്ത് ലൈവായിട്ട് പെട്ടെന്ന് നിങ്ങളെ പാർട്ട്ണർ ഇങ്ങനെ ഒരാളെ കൂടെ, അതായത് നിങ്ങളെ പാർട്ട്ണറായ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയതിനു ശേഷം ഇങ്ങനെ കാണുമ്പോൾ നിങ്ങളെ മനസ്സിലെന്താ വരിക? ആ സമയത്ത് എങ്ങനെ റിയാക്ട് ചെയ്യാം? നിങ്ങളെ ചെക്കൻ, ഇപ്പൊ നീ അത്രയും സ്നേഹിക്കുന്ന ഒരു ചെക്കൻ, ആ ചെക്കൻ പെട്ടെന്ന് വേറൊരു പെണ്ടൊക്കെ മോശമായിട്ടുള്ള രീതിയിൽ കണ്ടതിന് ശേഷം നീ എന്താക്കാം? ആ ചെക്കനെ കെട്ടിപ്പിടിച്ച് മുത്തം വെക്കോ? ആ ഒരു റിയാക്റ്റേ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ചെയ്ത തെറ്റാണ് ഞാൻ ഇന്നും അനുഭവിക്കുന്നത്. അതാണ് ഞാൻ ചെയ്ത തെറ്റ്. കാരണം ഇപ്പം ലീഗലി അത് പ്രശ്നമല്ല, മനസ്സിലായോ? അത് ലീഗലി അങ്ങനെ ഒരു പെണ്ണാണെങ്കിലും ഒരാളാണെങ്കിലും എന്ത് വേണമെങ്കിലും പരസ്പരം ചെയ്യാനുള്ള നിയമമുണ്ട്. പക്ഷെ നമ്മൾ മനുഷ്യന്മാരുടെ ഇടയിൽ അത് സമ്മതിക്കും. അതാണ് ഞാൻ പറഞ്ഞ നിയമവും മനുഷ്യന്മാർ തമ്മിൽ മാറ്റം ഉണ്ടെന്നുള്ളത്. ആ ഒരു സംഭവമാണ്, ആ ഒരു എനിക്ക് വന്ന ഒരു പ്രഷറാണ് ഞാൻ ഇന്നും അനുഭവിക്കുന്നത്.
റിഫ മെഹനൂനെ ഇവിടെ ചതിച്ചിട്ടുണ്ടെന്ന് മെഹനു ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നുണ്ടോ 100% ഞാൻ ഏറ്റവും കൂടുതൽ സാഡ് ആയത് ആ ഒരു കാര്യത്തിലാണ്? എൻ്റെ ലൈഫ് എന്നെ ഇത്രക്ക് പ്രാന്തനാക്കിയത് ഞാൻ ഭയങ്കര ഒരു സമയത്ത് ഇവര് പറഞ്ഞു എന്തെല്ലോ ഇങ്ങനെ പറഞ്ഞുണ്ടാക്കി ഭയങ്കര ഡ്രഗ്സ് അങ്ങനെ ഇങ്ങനെ അതൊക്കെ. സത്യം പറഞ്ഞെങ്കിൽ അതിന് ശേഷം ഞാൻ ഇതിലേക്ക് അതിന് ശേഷം പോയിട്ട് മുന്നേ ഒന്നുമില്ല. പക്ഷെ അതിന് ശേഷം ഞാൻ കുറച്ച് ഭ്രാന്തനായിട്ട് അത്രക്ക് ഭ്രാന്തനായ ശേഷം ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. കാരണം പിന്നെ ഞാൻ ഇപ്പോഴും പുതിയ സ്റ്റോപ്പ് എല്ലാം ഒന്നുമില്ല, ആ ഒരു സമയം മാത്രം. കാരണം ഇല്ലാത്ത കാര്യം പറയുമ്പോൾ ഞങ്ങൾക്കത് ആശയവും. പണ്ട് ഞാൻ ചെറുപ്പത്തിലായി ഇങ്ങനെ പറയുന്ന ചെറുപ്പത്തിലൊരു സമയത്ത് അന്നേരം ഏജ് ഓർമ്മയില്ല, 15 വയസ്സ്. ആ ഒരു സമയത്ത് എൻ്റെ ഫാമിലി ബ്രദറും ഫാദറും എന്തോ ഒരു ന്യൂസ് കിട്ടിയാണ് ഞാൻ കഞ്ചാവ് ആണ് ഒന്ന് കഞ്ചാവിൻ്റെ ടീമിൻ്റെ കഞ്ചാവ് വിൽക്കലിന് തോന്നുന്നുള്ള മറ്റു വീട്ടിൽ നിന്ന് തന്നെ ഭയങ്കര അടിച്ചലും ചെയ്തു. പിന്നെ അതേപോലെ പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രാവശ്യം ഇതേപോലെ ടൗൺ ആ സമയത്തൊന്നും കഞ്ചാവ് ഭയങ്കര സംഭവമായിട്ടാണ്. ഞാൻ കണ്ടിട്ട് വരില്ല കഞ്ചാവ് എന്തെന്ന്, എനിക്ക് അറിയും കൂടി ചെയ്യില്ല. ആ ഒരു സമയത്ത് എനിക്ക് ആ അനുഭവം വന്നിട്ടുണ്ട്. അതിന് ശേഷം എനിക്ക് വാശി വന്നിട്ടുണ്ട്, ഇങ്ങനെ ഇല്ലാത്തത് പറഞ്ഞുണ്ടാക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രാന്താണ്, ഞാൻ ചെയ്തു കാണിക്കും അങ്ങനത്തെ ഒരു സംഭവമാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഇവർ എന്നെ കുറേ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുമ്പോൾ എൻ്റെ വന്ന മനസ്സിലുള്ളൊരു പെയിൻ ആ ഒരു സംഭവം. പിന്നെ അവിടെ നല്ല വെളിച്ചത്താൽ കളിക്കുന്ന ഞാനൊന്നുമല്ല, ഞാൻ ഭയങ്കര പാവാന്ന് ഡീസൻ്റ് ആയിട്ട് നടക്കുന്ന അഗെയിൻസ്റ്റ് ആളുണ്ട്. ഇപ്പം ആരായിക്കോട്ടെ, എനിക്കെല്ലാവരും അറിയാം, എൻ്റെ കൂടെ ഉണ്ടായവരൊക്കെ എനിക്ക് ഏത് സ്വഭാവം എന്ന് വരെ അറിയാം. നമ്മളിപ്പോൾ ഒരു ചെക്കന് മനസ്സിലാവും, അല്ലാണ്ട് ഒരു പെണ്ണിന് ഒരിക്കലും ഒരാണിനെ മനസ്സിലാക്കാൻ പറ്റില്ല. 100% ഉറപ്പ് ഒരിക്കലും അല്ലേ. ഒരാണിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ, ഒരു പെണ്ണിനെ ഒരു പെണ്ണ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പം അതേപോലെ ഇല്ല എനിക്ക് അതിൽ ഇതുണ്ട്. കാരണം 100% ഒരു ആണിനെ 50% പിന്നെ ഓക്കെ, അല്ലെങ്കിൽ 80% മനസ്സിലാക്കുന്നത് ആണിനെ ചില ദിവസം ഒറ്റയടിക്ക് ഒരു പെണ്ണ് പറ്റിക്കാം. പക്ഷെ പെണ്ണിന് ഒരിക്കലും ഒരു ആണിനെ അങ്ങനെ പെട്ടെന്ന് പറ്റിക്കാനില്ല. കാരണം സ്നേഹിച്ചു കഴിഞ്ഞാൽ പിന്നെ വിടൂല. ടൈം പാസ് ഒന്നിക്കലും ടൈം പാസ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റേ ടൈം പാസ് ഫസ്റ്റേ ടൈം പാസ് ആയിട്ട് ഒരു ചെക്കൻ ഒരു പെണ്ണ് നോക്കുന്ന അങ്ങനെയാണെങ്കിൽ ഓളെ പെട്ടെന്ന് ഓനിക്ക് വിടാൻ പറ്റും. പക്ഷെ ഓൻ സീരിയസ് ആക്കിയെങ്കിൽ ഓൻ ഒരിക്കലും വിടാൻ പറ്റില്ല. അതൊരു ആണിന്റെ സ്ത്രീകളും അങ്ങനെ തന്നെ. ഒരാളെ സീരിയസ് ആയിട്ട് നോക്കി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും വിടൂല, സീരിയസ് ആണെങ്കിൽ. പക്ഷെ പെട്ടെന്ന് പെണ്ണിന് വേദനകൾ മറക്കാൻ പറ്റും, ആണിനെ പറ്റൂല. തോന്നല അത് നമ്മള് ഫേസ് പുറത്ത് കാണിക്കാത്തോണ്ടുള്ള പ്രശ്നം. അത് പുറത്ത് കാണിക്കാതല്ല, ഒരു ഒന്നിക്കൽ കൂടി അത് നമ്മുടെ ഒരു എന്താ പറയാ, അത് നമ്മൾ വളർന്നു വന്ന് നമ്മൾ പഠിപ്പിച്ച ശീലത്തിന്റെ പ്രശ്നമാണ്. അതായത് പെണ്ണുങ്ങൾക്ക് കരഞ്ഞാൽ തീർക്കാൻ പറ്റും, ആണുങ്ങൾക്ക് കരയാൻ പറ്റില്ല. അത് അങ്ങനെയല്ല, സൊസൈറ്റി അങ്ങനെ പഠിപ്പിച്ചു. ഡബിൾ കരയുന്നത് ആണാ, പക്ഷെ ആരും അറിയുന്നില്ല. അത് പെണ്ണുങ്ങൾ പുറത്ത് കരയുന്നതാണോ പ്രശ്നം? അല്ല, പ്രശ്നമല്ല. ഞാൻ പറയാം, ഞാൻ ആ പെണ്ണിനെ കുറ്റപ്പെടുത്തിയല്ല. ഞാൻ ഒരു പെണ്ണിനെ എനിക്കങ്ങനെ ഒരു പെണ്ണ് 100% അറിയുകയും ചെയ്യില്ല. പക്ഷെ എനിക്കറിയുന്ന കുറച്ച് ഈ ആൾക്കാരുടെ കാര്യം ഞാൻ പറയട്ടെ. ഒരു മനുഷ്യന് 100% അറിയിക്കാൻ പറ്റില്ല, അതൊരിക്കലും പോസിബിൾ അല്ല. അപ്പൊ നമ്മളിപ്പോ കപ്പിളാണെങ്കിലും ഇപ്പം എന്റെ ഇതാണെങ്കിലും പറയും അവക്ക് എന്നെ 100% അറിയാലോ, അവൻ എന്നെ 100% അറിയില്ല. പക്ഷെ നമ്മളിപ്പോഴും അറിയിക്കുന്ന കാര്യങ്ങളെ നമ്മൾ അറിയിക്കുന്നുള്ളൂ, അല്ലാത്ത ഇപ്പോഴും ഹൈഡാണ്. അത് വേണം എന്നുള്ളത് ഞാൻ ചോദിക്കട്ടെ, എല്ലാം അറിയിക്കുന്നത് നല്ലതാണെന്ന് ഇപ്പോഴും തോന്നിയിട്ടുണ്ടോ? അതായത് പക്ഷെ ഞാനൊരു കാര്യം, ഞാൻ എങ്ങനെയാണ്, ഞാനെല്ലാം എന്റെ കാര്യങ്ങളെല്ലാം എന്റെ പാർട്ട്ണറെ അറിയിക്കും. അങ്ങനെ മൊത്തത്തിൽ നമുക്ക് പറയാൻ പറ്റും A to Z കാര്യങ്ങള് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, അങ്ങനെ ഒരു മനുഷ്യന് പോസിബിൾ ആവുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ആ A to Z കാര്യങ്ങളും ആ A എന്തായിരിക്കണം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതില് പോലും നമ്മൾ നമ്മുടെ ഒരു എന്താ പറയാ, നമ്മുടെ ഒരു സാധനം വെക്കുന്നുണ്ട്. അതായത് ഇത് പറയാം എന്നുള്ളത് നമ്മുടെ ഒരു രീതിയിലല്ലേ പറയുന്നത്. ഞാൻ പറയുമ്പോ ഒറ്റയടിക്ക് ഓപ്പൺ ആയിട്ട് അറിയാണ്ട് ചില സമയം അറിയാണ്ട് വന്ന് പറഞ്ഞു പോകും. പിന്നെ അത് പ്രശ്നമായിട്ടും വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ പാർട്ട്ണറാണ് ചില സമയം ഞാൻ വൈഫിനോട് ചില സമയം ഇടക്കിടക്ക് ഭയങ്കര ഓപ്പൺ ആയിട്ട് പോയി. ഇപ്പൊ മുന്നത്തെ ലൈഫാണെങ്കിലും ഞാനെല്ലാം ഓപ്പൺ ആയിട്ട് പറയും. ആ സമയത്ത് ചില സമയം എന്തെങ്കിലും റിവെഞ്ച് അടിച്ച് ഇങ്ങോട്ട് പ്രശ്നമാക്കാറുണ്ട്. അപ്പം തോന്നാറുണ്ട് എല്ലാം പറയരുത് എന്നുള്ളത്. മനസ്സിലായോ? നമ്മൾ ചില സമയം അനുഭവം കൊണ്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതന്നെ കുത്തി കൊണ്ടുവരുമ്പോൾ നമ്മൾ വിചാരിക്കും കുറേയൊക്കെ ഹൈഡ് ചെയ്യണം,
എന്നുള്ള ബിക്കോസ് അതൊരു ലൈഫിന്റെ ഒരു ഭാഗം തോന്നുന്നു. കാരണം നമ്മൾ എല്ലാം ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ കിട്ടേണ്ട ഒരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ, പരസ്പരം തോന്നുന്ന ക്യൂരിയോസിറ്റി അത് എവിടെയും നഷ്ടമാവും. നമ്മളെപ്പോഴും നമ്മൾ ഇനിയും അറിയാനുണ്ട് എന്നുള്ളൊരു സാധനം എപ്പോഴും നമുക്ക് നമ്മുടെ പാർട്ട്ണർക്കാണെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാൾക്കാർ ഇട്ട് കൊടുക്കുമ്പോഴേ അവർ പിന്നെയും നമ്മളെ അറിയാൻ ശ്രമിക്കുള്ളൂ, അല്ലെങ്കിൽ നമ്മളോടൊരു ഒരു എന്താ പറയുക ഒരു ക്യൂരിയോസിറ്റി കാണിക്കുള്ളൂ. നമ്മളെല്ലാം അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാം ആയി, പിന്നെ നമ്മളെക്കുറിച്ച് അറിയാനോ ക്യൂരിയോസിറ്റിക്കോ നമ്മളിൽ ഒന്നും ഇല്ല. അങ്ങനെ ഒരു സാധനം നിലനിൽക്കുന്നില്ലേ ആക്ച്വലി? അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്തിട്ടില്ലേ? അത് ശരി തന്നെ. അതേപോലെ ഇപ്പം നമ്മളിപ്പോൾ കല്യാണം, ഇപ്പം ഒരു കപ്പിൾസ് ലവ് മാരേജ് ആയിക്കോട്ടെ, ഒരാൾ ഭയങ്കര രീതിയിൽ പ്രണയിക്കുന്നത് ആ സമയത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ, മാടപ്രാവിനെ പോലെ എന്നൊന്നിച്ച് കറങ്ങാൻ പോല്, ട്രിപ്പ് അടിക്കൽ, എന്നും കാണാനുള്ളൊരു ആകാംക്ഷ, ചില സമയം അതിലാടി പോവുക, അങ്ങനത്തെ രീതിയിൽ നമ്മൾ കാണുന്നത്. പിന്നെ അവസാന ഘട്ടത്തിൽ അവർ കല്യാണം കഴിഞ്ഞ് നല്ല ഒരു ബന്ധമായി. പിന്നെ ചില സമയം മോർ ദാൻ ഇയേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവരുടെ ഇടയിൽ ഈ പറഞ്ഞ പോലെ ഹൈഡിങ് സാധനങ്ങൾ ഒരുപാട് വരും. കാരണം പരസ്പരം ആ പണ്ടുള്ള ഓപ്പണിംഗ് ഉള്ള സംഭവം രണ്ടാൾ തോന്നൽ ഒരു കാര്യമുണ്ട്, എന്താ അറിയോ, അവന് പഴയ പോലെ അല്ല, അവൻ വിചാരിക്കും അവള് പഴയ പോലെ അല്ല. കാരണം രണ്ടുപേരും തോന്നല, രണ്ടാളും മാറിയിട്ടുണ്ട്, രണ്ടാളും അവിടെ മാറിയിട്ടുണ്ട്. കാരണം എന്താ, അവരൊരു കുടുംബമായി പ്രാരാബ്ധമായി. അപ്പൊ അവര് ഓട്ടോമാറ്റിക് മാറി തുടങ്ങും. ഒരു അമ്മ കുഞ്ഞുങ്ങളെ ആയിക്കഴിഞ്ഞാൽ ചില പഴയതുപോലെ വൈഫിനോട് വന്നിട്ട് കൊഞ്ചാൻ സമയം ഉണ്ടാവില്ല. വൈഫിൻ്റെ അടുത്ത് വന്നിട്ട് ഫുഡ് കഴിച്ചോടി ചില സമയം നമുക്ക് കിട്ടിയ സമയത്ത് നമ്മൾ ചോദിക്കും. പക്ഷെ ചില സമയം വർക്കിൻ്റെ അടിയിൽ എന്തെങ്കിലും പ്രഷർ കാരണത്താൽ നമുക്ക് എന്നും എന്താ പറയുക, ഇടക്ക് കിട്ടിയ സമയത്ത് നമ്മൾ വൈഫിനെ ഓർത്ത് വിളിക്കാം ഉണ്ടാവും. ചില റിഫയുടെ കേസിൽ എപ്പോഴും സംഭവിച്ചിട്ടുണ്ട്? ഇല്ല, നമ്മൾ 24 hours കൂടെ തന്നെയാണ്. 24 hours. അതായത് നമ്മൾ ഇത്രയും ഇയേഴ്സ് വിട്ടുപിരിഞ്ഞിട്ട് നിന്നിട്ടില്ല. അപ്പം ഇങ്ങനെ ഒരു ചതി ഇത്രക്കും ഞാനെന്ന് പറഞ്ഞെങ്കിൽ എന്നും വൈഫിന്റെ കൂടെ തന്നെ ഉണ്ട്. ഒരുമിച്ചാണ് വർക്ക് ആണെങ്കിൽ നമ്മള് രണ്ടാളും ഒരേ ഫീൽഡ് അല്ലേ. ഒന്നാമത് വ്ളോഗിങ് കാര്യങ്ങളാകുമ്പോ നമുക്ക് വരുമാനം അതിൽ നിന്ന് തന്നെ അത്യാവശ്യം കിട്ടുന്നുണ്ട്. അത്യാവശ്യം നമുക്ക് വിചാരിച്ചതിനേക്കാളും നല്ലൊരു എമൗണ്ട് ഇതിൽ കിട്ടാറുണ്ടായിരുന്നു. ആ സമയത്ത് നമുക്ക് എന്താ പറയാ, എൻജോയ്മെന്റ് മാത്രമാണ് മൈൻഡിലുള്ളത്. നമ്മൾ റിസോർട്ട് എടുക്കുക, അടിച്ചൊളിക്കുക, വരിക, അതൊരു വർക്കുമായി പ്രൊമോഷനുമായി അങ്ങനെയുള്ളൊരു മൂമെന്റിൽ പോകുന്ന സമയത്ത് ഒരു ഇതും എന്താ പറയുക, ഒരു ഗ്യാപ്പ് നമ്മളില്ല. ഞാൻ വിചാരിക്കും എൻ്റെ മനസ്സിൽ എന്താ പറയുക, സത്യം പറഞ്ഞുള്ളത്, അവൾ ഇന്നും ഹാപ്പി അല്ലേപ്പാ, അത് മതി എനിക്ക്. അതുകൊണ്ട് 100% ട്രസ്റ്റ് ആയിരുന്നു. ഇപ്പൊ എനിക്ക് സത്യം പറഞ്ഞാൽ അവളെ ഒരുത്തൻ്റെ കൂടെ അയച്ചു കഴിഞ്ഞാലും അവള് മൈൻഡ് മാറൂല എന്നുള്ളൊരു വിശ്വാസം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു ട്രസ്റ്റ് അല്ല, അങ്ങനെ ഒരു ഇതുള്ള ആളാണോ, ഓപ്പണിംഗ് ഉള്ള ആളാണോ മെഹനു? അതായത് ഇപ്പൊ ഫ്രണ്ടിന്റെ കൂടെ വിടാനും ഇപ്പം അല്ല ഞാൻ ചോദിക്കാം, ഒരുപാട് ഫ്രണ്ട്സ് ആളാണോ മെഹനു? ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ആ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ഫ്രണ്ട്സ് ആക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഫ്രണ്ട്സ് ആരുമില്ല. അവളെ ഫ്രണ്ട്സ് ഒക്കെയാണ് എൻ്റെയും ഫ്രണ്ട്സ്. ഞാൻ എങ്ങനെ ആയിരുന്നു മുന്നേ ലൈഫാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും എൻ്റെ വൈഫിന്റെ ഫ്രണ്ടൊക്കെ, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് ആയിക്കോട്ടെ, അങ്ങനെ വലിയ ഇതൊന്നും ഇപ്പോഴും വലിയ ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം എന്നൊക്കെ അറിയില്ല. പക്ഷെ ബോയ് ഫ്രണ്ട് ഉണ്ടെങ്കിലും ഇല്ലെങ്കിൽ അത് എൻ്റെ കൂടെ ഫ്രണ്ട് മാതിരി ഞാൻ കാണും, സംസാരിക്കും, അത്രയുള്ള രീതിയിൽ തന്നെ. ആ നോർമലി കാണുമ്പോൾ ടോക്കിങ്, ദാറ്റ്സ് ഓൾ. ബട്ട് എന്താ പറയുക, ഞാൻ അതില് എതിർപ്പോ പറയലൊന്നുമില്ല. പക്ഷെ ആ ഒരു വിശ്വാസം ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ടോണ്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര പേടിയുണ്ട്. അത് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയ സമയത്ത് മെഹനു അവളോടുത്ത് സംസാരിക്കാൻ, മെഹനു അല്ല മീൻസ് റിഫയുടെ അടുത്ത് സംസാരിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു സംശയമാണ്, അത് കണ്ടു ഓക്കെ, പക്ഷെ അത് സത്യമാണോ ഇല്ലേ നമ്മൾ അത് ചോദിച്ചിട്ടുണ്ടോ? അതായത് ഞാൻ ഇങ്ങനെ കണ്ടു, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടാവില്ലേ? അതിൻ്റെ അടുത്ത് ശരിക്കും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു വീഡിയോ ഓൾറെഡി ഞാൻ മുന്നേ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അവളടുത്ത് ഫസ്റ്റ് നമ്മൾ ഇരുന്ന്, ഞാനല്ല, എൻ്റെ സത്യം പറഞ്ഞാൽ എൻ്റെ ശരീരം ഫുള്ള് തളർന്ന് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം എൻ്റെ കസിൻസ്, എൻ്റെ കൂടെ ഉണ്ടായ ആൾക്കാരൊക്കെ ശരിക്കും ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പണായിട്ട് പറയുന്നുണ്ട്, പറ്റിപ്പോയി, അങ്ങനെയാണ്, അവൻ കുറച്ച് ആഗ്രഹങ്ങൾ തന്നുപോയി, അതിൽ വീണുപോയി എന്നുള്ള പറയുന്ന വീഡിയോ ഉണ്ടല്ലോ. എന്നിട്ട് അവര് അതിനെ നിഷേധിച്ച് എന്നെ കുറ്റക്കാരനാക്കിയിട്ട് അതിലെന്തൊക്കെയോ ഒക്കെ അറിയാണ്ട് ഒരു തെറ്റ് പറ്റിപ്പോയിന്. അത് വേണമെങ്കിൽ സത്യം പറഞ്ഞെങ്കിൽ എൻ്റെ അടുത്തൊന്ന് ഓപ്പണായി പറഞ്ഞിട്ട് എന്ത് ചെയ്യാ, നമുക്ക് അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാലോ. പക്ഷെ ഇത് എടുത്തിയാടി ഒന്നിക്കൽ വേണ്ടെങ്കിൽ ഒഴിവാക്കാം, ഡിവോഴ്സ് ചെയ്യാം. ഇപ്പൊ റിഫ അങ്ങനെ ഒരു തെറ്റ് വന്ന് മെഹറിന്റെ അടുത്ത് സംസാരിച്ചിരുന്നെങ്കിൽ അത് ഓക്കെ ആക്കിയിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ, 3 റിസോർട്ട് പോയ സമയത്ത് ഇത് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ചോദിച്ച് എല്ലാം
ഇതായി. ഞാൻ അപ്പം എൻ്റെ സിസ്റ്റർ ഉണ്ടായപ്പം ഡിവോഴ്സ് ചെയ്യാന്ന് പറഞ്ഞ് നമ്മൾ തിരിച്ചു പോയതാണ്. അവള് വീട്ടിൽ പോയി ഡിവോഴ്സ് ചെയ്യാനാണ് ഉറപ്പിച്ചത്. അങ്ങനെയാണ് നമുക്ക് അന്നേരം തന്നെ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണ്, നമുക്ക് ഇതാക്കാം, അന്നേരം അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. എന്നെ തീർന്നില്ല അടുത്തേക്ക്. ഇത് വീട്ടിൽ പോയ സമയത്ത് വീട്ടുകാർ മൊത്തം പിടിക്കലും അന്നേരം ഇനി ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെ അത്രക്കൊരു ഉറപ്പും ഇതും തരുമ്പോൾ പിന്നെ നമുക്ക് ഇങ്ങോട്ട് ഒന്നാമത് നമ്മൾ അത്രയും ഇഷ്ടപ്പെട്ട് കൊണ്ടുനടക്കുന്ന ഒരാളെ നമുക്കും നമ്മളെ സൈഡ് നോക്കിയാൽ ഒറ്റയടിക്ക് ഒഴിവാക്കാൻ പറ്റൂല, അതൊരു കാര്യം. പക്ഷെ എന്നാലും എന്താ പറയുക, അന്നേരം പ്ലാൻ ആക്കിയിരുന്നു ഇങ്ങനെ ഒഴിവാക്കാന്നുള്ളത്. പ്ലാൻ ആക്കിയതിന് ശേഷം കുറച്ച് 2 ദിവസം കഴിഞ്ഞപ്പോൾ അവസ്ഥ അറിയാലോ, നമുക്ക് പെട്ടെന്ന് റിക്കവർ ആയി വരാൻ പറ്റൂല പെട്ടെന്ന് ഒരു സമയം. എന്നാൽ ആ സമയത്ത് അവൾ അങ്ങനെ പറഞ്ഞു, അത്രയും മാപ്പിളം തരുമ്പോൾ ഇനി ഒരിക്കലും ഉണ്ടാവില്ല, അങ്ങനെ ഇങ്ങനെ തന്നതിന് ശേഷമാണ് പിന്നെയും നമ്മൾ ഒന്നിച്ച് നിന്നത്. ഗൾഫിൽ പോയത്. അതിന് ശേഷം 1 മാസം 2 മാസം കഴിഞ്ഞിട്ടാണ് ഗൾഫിൽ പോകുന്നത്. അപ്പൊ അന്നേരം നമ്മള് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുക. ഓളെ ഫാദർ അടക്കം ഈ ചെക്കന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. അതായത് അവളൊരു ബ്ലാക്ക് മെയിലിംഗ് അപ്പോഴും പിന്തുടരുന്നുണ്ടായിരുന്നു. മെസ്സേജ് അയച്ചു എന്നെല്ലാം പറയുന്നുണ്ടേ. മെസ്സേജ് അയച്ച് അവന്റെ ഫോണ് ചെക്ക് ചെയ്യുമ്പോ കുറച്ച് ഭയങ്കര ഇതായിരുന്നു. അപ്പൊ മെഹനു റിഫയ്ക്ക് അങ്ങനെ ഒരു സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അതായത് കുഴപ്പമില്ല, നമുക്കിത് ഒരുമിച്ച് നേരിടാം, അല്ലെങ്കിൽ നമുക്കത് ഒരുമിച്ച്. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിനക്ക് അവനെ ഇതാണ്? അല്ല, ഞാന് ദുബൈയിൽ എനിക്ക് ഭയങ്കര ആഗ്രഹം ദുബൈയിൽ പോവാൻ, അതുകൊണ്ട് ഓൻ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആ ഒരു രീതിയിൽ വീണത്. ഞാൻ പറഞ്ഞു, നിനക്ക് ദുബൈ പോകണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരെ, നിനക്ക് ദുബൈ കാണുമെങ്കിൽ എന്നോട് പറയാം, ഞാൻ കൊണ്ടുപോയില്ലേ. നീ ഇത്രയും കാലമായിട്ട് പണ്ട് ലവ് ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ചെറുപ്പത്തിൽ ദുബൈയിലാണ്, 18 വയസ്സ് മുതൽ ഞാൻ ദുബൈയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാനെല്ലാം ക്യാൻസലാക്കിയിട്ട് വന്നതാണ് നാട്ടിലേക്ക്. ആ സമയത്ത് എനിക്ക് എന്താണെന്ന് അറിയാം, ഗൾഫ് രാജ്യങ്ങൾ എന്തെന്ന് അറിയാം. അപ്പൊ അങ്ങനെ ഇപ്പൊ പുറത്തുനിന്ന് കാണുന്നവർ വിചാരിക്കുന്ന പോലെ ഒന്നല്ല. ഒരു പണിക്ക് പോയി കഴിഞ്ഞാൽ പണി റൂം ആ ഒരു ലൈഫാണ്. അല്ലാണ്ട് ഈ കുറച്ച് ബുർജ് ഖലീഫയുടെ ഫോട്ടോ, കുറച്ച് ബുർജ് ഹറബിന്റെ ഫോട്ടോ കാണുമ്പോൾ വിചാരിക്കുന്നത് അവിടെ സ്വർഗ്ഗമാണ്, അങ്ങനെയാണ്. ആ ഒരു രീതിയിൽ ഞാൻ പറഞ്ഞു, നിന്നെ 1 മാസമോ 3 മാസത്തേക്കോ ഞാൻ വിസിറ്റിംഗ് കൊണ്ടുപോയി കാണിക്കാം, നീ എന്നോട് പറഞ്ഞാൽ പോരെ, നീ എന്തിന് ഇങ്ങനെ ഇത്രക്കും ഒരു ഇത് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ഞാൻ അന്ന് ഓക്കെ, നിന്റെ ആഗ്രഹം ഞാൻ എന്തായാലും നിറവേറ്റിത്തരും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ആഗ്രഹക്കാരനാണ് നമ്മൾ ഗൾഫിൽ പോയത്. സത്യം എൻ്റെ മനസ്സിലും ഞാൻ അവളും കൊടുക്കുന്ന ഡീലിങ് അതാണ്. കാരണം പിന്നെ ഇവര് പറഞ്ഞിട്ടുണ്ടാക്കി അവര് വീടെട്ടാനാ പോയെന്നൊക്കെ. അപ്പൊ ഈ റിഫ ഇങ്ങനെ ചെയ്തത് എപ്പോഴെങ്കിലും എൻ്റെ മിസ്റ്റേക്ക് കൊണ്ടാണോ, ഞാൻ എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എൻ്റെ അങ്ങനെ എന്തെങ്കിലും അത് ചിന്തിച്ചിട്ടുണ്ടോ? അതായത് ഇവളിങ്ങനെ ചെയ്തിട്ട് എൻ്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടാണോ, അല്ലെങ്കിൽ ഞാൻ എവിടെയെങ്കിലും നോക്കാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ എൻ്റെ വന്ന എന്തെങ്കിലും ആവാം അവൾ അങ്ങനെ ഒരു രീതിയിലേക്ക് ചിന്തിച്ചത് എന്ന് എപ്പോഴെങ്കിലും മെഹനുവിന് തോന്നിയിട്ടുണ്ടോ? ഒരിക്കലും തോന്നിയിട്ടില്ല. ഇതുവരെ എൻ്റെ ഭാഗത്തൊരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം നമ്മൾ ഇതിൽ ഒന്നിച്ചാണ് എന്നും. അങ്ങനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫാമിലി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വർക്ക് കാര്യങ്ങളായി ഒന്നിച്ച് തന്നെ, നമ്മൾ രണ്ടുപേരും ഒന്നിച്ച ഒരു വർക്ക് ചെയ്യണം. അപ്പം ഇപ്പോൾ ഒരു ആൽബം ഷൂട്ട് ഉണ്ടെങ്കിൽ പോകും, നമ്മൾ മേക്കപ്പ്, നമ്മൾ തൊട്ടടുത്ത് തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒന്നിച്ച് നല്ല ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ആയിരുന്നു പോയത്. അതിൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചതെന്നുള്ള എനിക്കൊരു പിടുത്തം. ഞാൻ എഡിറ്റിങ് ചെയ്യുന്നില്ലേ, എഡിറ്റിങ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഈ ചാറ്റിങ്ങിനോട് വലിയ താല്പര്യമില്ലാത്ത ആളാണ്. ചാറ്റിങ്, മെസ്സേജ് അങ്ങനത്തെ ഒന്നും. അതുകൊണ്ട് ഞാൻ ആ ഒരു സംഭവം അവളെ ഏൽപ്പിച്ച്. ആ ഒരു മിസ്റ്റേക്ക് ആണ് ഞാൻ ചെയ്ത ഒരു തെറ്റ് പോലെ എനിക്ക് ഫീൽ ആകുന്നത്. കാരണം എനിക്കൊന്നാമത് ഈ മെസ്സേജ് നോക്കുന്ന പ്രാന്താണ്, എനിക്ക് ഇഷ്ടമല്ല മെസ്സേജ്. ഞാൻ ആരും അങ്ങനെ നോക്കലേ ഇല്ല. അത് നോക്കുന്നുണ്ടെങ്കിൽ ഒന്നിക്കിൽ ഞാൻ ഇങ്ങനെ അത്ര അറിയുന്ന ആളുണ്ടെങ്കിൽ എപ്പോൾ ഇങ്ങനെ ചാറ്റ് ചെയ്യുന്നതല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, അറിയാത്തൊരു മെസ്സേജോ അല്ലെങ്കിൽ ഈ കോളാബ് ഇങ്ങനെ മെസ്സേജ് അയക്കാനോ അങ്ങനത്തെ ഭയങ്കര മടിയാണ്. അതുകൊണ്ട് ഞാൻ അധികം വൈഫിനെ ഏൽപ്പിക്കാറ്. ആ ഒരു സംഭവത്തിലാണ്, ഒരു പ്രൊമോഷൻ്റെ രീതിയിലാണ് ഇവർ പരിചയപ്പെട്ട് വന്നത്. ആ ഒരു മിസ്റ്റേക്കാണ് എനിക്ക് തോന്നുന്നുള്ളൂ. വേറെ ഒരു മിസ്റ്റേക്ക് എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഇല്ല.